ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 30ാമത്തെ എപ്പിസോഡാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മുടക്കവും ഇല്ലാതെ കഴിഞ്ഞ 6 മാസമായിട്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് ഈ ഒരു സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റുമായിട്ട്. പക്ഷെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നെഗറ്റീവ് ഒന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോനെ കുറിച്ച്. ഡിസ്ലൈക്കുകളും കുറവാണ്, പക്ഷേ റിസപ്ഷൻ കിട്ടുന്നില്ല. മാക്സിമം 100-150 ഒക്കെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ വ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ അകമഴിഞ്ഞുള്ള സഹായം കൂടിയേ പറ്റൂ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് അറിയിക്കണം. മാക്സിമം ഒരു എൻഗേജ്മെൻറ്റ് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ 30ാമത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കാം. iOS 18 കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബീറ്റ വെർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ആരും ചാടിക്കയറി ഡൗൺലോഡൊന്നും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഫോണൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വാറണ്ടിയും കിട്ടില്ല. ഓക്കെ, ഞാൻ ആ ഒരു iOS 18 കുറിച്ച് ഒരുപാട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിൻ്റെ ഫീച്ചേഴ്സും പോരായ്മകളും എല്ലാം ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിവേ, എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യാം. ഒന്ന്, iPhone XS മുതൽ ഇങ്ങോട്ട് മുകളിലോട്ടുള്ള എല്ലാ ഡിവൈസുകളിലും ഈ ഒരു iOS 18 സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് അല്ല ഇവിടെ വരുന്നത്. ഇവിടെ അവരുടെ ആപ്പിൾ ഇൻ്റലിജൻ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എനിവേ, ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രോ മോഡലുകളിൽ മാത്രം, ഏത് 15 Pro അല്ലെങ്കിൽ 15 Pro Max, ഇനി വരാൻ പോകുന്ന 16 മോഡലുകൾ അങ്ങനെയാണ് കിട്ടാനായിട്ട് പോകുന്നത്. നോർമൽ 15 ആണെങ്കിലും 15+ ആണെങ്കിലും താഴോട്ടുള്ള 14 Pro Max ആണെങ്കിലും ഈ മോഡലുകളിലൊന്നും ഈ ഒരു AI ഫങ്ഷൻസ് കിട്ടില്ല എന്നാണ് ഇപ്പോഴത്തേക്ക് പറയുന്നത്. ഇനി ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും സെപ്റ്റംബറൊക്കെ അറിയാനായിട്ടുണ്ട്. പിന്നെ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറും ഈ ഒരു iOS-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നത് ഈ ഒരു കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ AI ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷനും 15 Pro അല്ലെങ്കിൽ Pro Max മുതലായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും ഈ ഒരു കോൾ റെക്കോർഡിങ്ങും സാധ്യമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആൻഡ്രോയിഡിലോട്ട് മാറുന്നു, അല്ലെങ്കിൽ iOS എന്ന് പറയുന്നത് ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെന്ന് പറയുന്ന ഒരുപാട് കമൻസ് കേൾക്കുന്നുണ്ട്. സോ അതിൽ എനിക്ക് കാര്യമില്ല കേട്ടോ. കാരണം ആ ആൻഡ്രോയിഡിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് iOS-ൽ ഇല്ലെങ്കിൽ iOS മോശമാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ഫീച്ചേഴ്സ് അവരുടേതായിട്ടുള്ള രീതിക്ക് iOS കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ പറയും ആൻഡ്രോയിഡിൽ നിന്ന് കോപ്പി അടിച്ചെന്ന് പറയും. അതേപോലെ തിരിച്ച് ആൻഡ്രോയിഡ് iOS-ൽ നിന്ന് കോപ്പി അടിച്ചെന്ന് പറയുന്ന മറ്റ് കാറ്റഗറി ആളുകളും ഉണ്ട്. സോ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ നല്ല ഫീച്ചേഴ്സാണ് ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. കാണുമ്പോൾ ഇതിലിപ്പോൾ എന്താണെന്ന് തോന്നും, പക്ഷെ അത് യൂസ് ചെയ്യുമ്പോഴാണ് അതിലവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെപ്തിൽ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഒരു വെറൈറ്റി രീതിക്കാണ്, കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും ടെക്നോളജി 10 കൊല്ലം പിന്നിലായിട്ട് വർക്ക് ചെയ്യുന്ന ഫങ്ഷൻസും ആപ്പിളിൻ്റെ സൈഡിലുണ്ട്. സോ പൈസ തന്നെയാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ്, അതിന് മുൻതൂക്കം തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ പ്രിവസി എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ ഈ ഒരു AI ബേസ്ഡിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പോ F27 Pro എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 27,000 രൂപയ്ക്കാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പോ എന്ന് പറയുന്നത് മെയിൻലി ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോണുകളാണ്. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും 27,000 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഫോൺ വാങ്ങരുതെന്നുള്ളതാണ്. കാരണം അതിൽ എടുത്തു പറയാവുന്ന 2 ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അതിൻ്റെ ആ ഒരു റഗ്ഡ് ഡിസൈനാണ്. അത്യാവശ്യം ഒന്ന് താഴെ വീണ് കഴിഞ്ഞാലൊന്നും കംപ്ലൈൻ്റ് ആവില്ല. അതിനൊരു ഡ്യൂറബിലിറ്റി ഉണ്ട് ആ ഒരു ഫോണിന്. ഓക്കെ, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ വെച്ച് വരുന്ന ആദ്യത്തെ ഫോണാണ് അത്. സോ ഇത്തിരി നേരം വെള്ളത്തിൽ കിടന്നാലോ അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഡസ്റ്റ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ വരാനായിട്ടുള്ള സാധ്യത വളരെ 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 കുറവാണ്. അതൊരു ഫീച്ചർ ആയിക്കൊണ്ട് മാത്രം 27,000 സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ബാക്കി ഫങ്ഷൻസ് എല്ലാം, ക്യാമറ ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും എല്ലാം ജസ്റ്റ് ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി മറ്റ് റിവ്യൂസൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. എനിവേ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്ന ആളാണ്, അല്ലെങ്കിൽ മഴയത്തൊക്കെ പോകുമ്പോൾ നനയുന്ന ആളാണ്, ഈവൻ ഈ പുഴയിൽ കടലിലൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ ഒരു സംഭവം കുറേ കൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെള്ളം കയറില്ലല്ലോ. സോ അങ്ങനെ തോന്നി. അതല്ലാതെ 27,000 രൂപയ്ക്കുള്ള മുതൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. CMF ഫോൺ 1ൻ്റെ ഒരു ടീസർ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു ടീസർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആ ഒരു റൊട്ടേറ്റിംഗ് ഡയലിൻ്റെ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഓക്കെ, അതേപോലെ ഇതിൻ്റെ ഒരു ലീക്ക്ഡ് റെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓറഞ്ച് കളറിലുള്ള ഒരു യൂണിറ്റ് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു CMF അല്ലെങ്കിൽ നത്തിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത്. അത് പലർക്കും ഇഷ്ടമാവും, പലർക്കും ഇഷ്ടമാവില്ല. എനിവേ, CMF ഫോൺ 1 അധികം വൈകാതെ മാർക്കറ്റിലെത്തും. ഷവോമിയുടെ സൈഡിൽ നിന്നുള്ള 14CV എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്ത് പറയേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ്. അതായത് ഏറ്റവും ടോപ്പല്ല, ഇപ്പം നിലവിൽ മാർക്കറ്റിൽ നിൽക്കുന്നതിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പ്രൊസസ്സറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതേ പ്രൊസസ്സർ വെച്ചിട്ട് ഇതേ കമ്പനിയുടെ ഷവോമിക്ക് പകരം പോക്കോയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള F6 Proയിൽ നമുക്ക് ആ ഒരു ഫോൺ കിട്ടുന്നത് ഏകദേശം 30,000 രൂപ റേഞ്ചിലാണ്. ഈ ഒരു ഫോണിന് നമുക്ക് 42,999 രൂപയാണ്. കാർഡുണ്ട്, ICICIയുടെ കാർഡ് ഉണ്ടെങ്കിൽ 30,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലൈക്കയുടെ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫ്രണ്ടിൽ നമുക്ക് ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 32 മെഗാപിക്സലിൻ്റെ 2 സെൻസറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് അൾട്രാ വൈഡും ഉണ്ട്, പിന്നെ നോർമൽ സെൻസറും കൊടുത്തിട്ടുണ്ട്. സോ അത്രയും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് 10,000 രൂപ അല്ലെങ്കിൽ 13,000 രൂപ കൂടുതൽ കൊടുത്തിട്ടുള്ളതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. പിന്നെ കോമ്പാക്റ്റ് ആണ് സൈസ്. 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 177 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 6.5 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത്. ബാക്കി സ്ക്രീനാണെങ്കിലും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ അതിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എനിവേ, ഷവോമി ഫോണുകൾ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ ഒരു കോമ്പാക്റ്റ് സൈസിലുള്ള ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം. വാട്സാപ്പ് വെബ് ഉപയോഗിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത. നമ്മൾ മൈക്രോസോഫ്റ്റ് ടീംസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം, ആ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് അതിൽ ഇഷ്ടംപോലെ ആളുകൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും. ആരാണോ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സംസാരിക്കുന്ന ആളുടെ മുകളിലൊരു മൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ആരാ സംസാരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതേ ഫീച്ചേഴ്സ് ഇവിടെ വാട്സാപ്പ് വെബിലും വരാനായിട്ട് പോവുകയാണ്. അറ്റ് എ ടൈം 32 ആളുകൾക്ക് നമുക്ക് ഒരു വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ ആരാ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഡോട്ടും നമുക്കറിയാം ആരാണെന്ന് പറയുന്നത് സംസാരിക്കുന്ന ആ ഒരു രീതിക്കുള്ള ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. സ്ക്രീൻ ഷെയറിങ്ങും നമുക്ക് പോസിബിൾ ആണ് വിത്ത് ഓഡിയോ. സോ നമ്മളുടെ സ്ക്രീനിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു 32 ആളുകൾക്കും അല്ലെങ്കിൽ 31 ആളുകൾക്കും കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും വിത്ത് ഓഡിയോ സപ്പോർട്ട്. സോ അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇത്തരത്തിലുള്ള വാട്സാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് കോളിംഗ് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു അപ്ഡേഷനാണ്. കളർ പേപ്പർ TV എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞ ആഴ്ച സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ നോർമൽ പേപ്പറിൻ്റെ ഒരു ഡിജിറ്റൽ വെർഷൻ ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിവൈസ് വഴി സാധിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ബാറ്ററിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. വൺസ് നമുക്കൊരു ഡാറ്റ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പവർ സപ്ലൈയുടെ ആവശ്യം വരുന്നത്. അതല്ലാത്ത പക്ഷം ഒരു തരത്തിലുള്ള പവർ കൺസംഷനും ഈ ഒരു ഡിവൈസ് എടുക്കുന്നില്ല. ഷോപ്പുകൾ നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ ഓഫറൊക്കെ മെൻഷൻ ചെയ്യാനായിട്ട് ഈ ഒരു ഡിവൈസ് നല്ലപോലെ ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ആർഭാടമൊന്നുമില്ലാതെ സാംസങ് ഗാലക്സി വാച്ച് FE ഫാൻ എഡിഷൻ എന്ന് പറയുന്ന ആ ഒരു മോഡൽ പല രാജ്യങ്ങളിലും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 15,000 മുതൽ 20,000 രൂപ ആ ഒരു റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും. സാംസങ് ഗാലക്സി വാച്ച് 4 ഉണ്ടല്ലോ, അതിൻ്റെ ഡിസൈനുമായിട്ട് കുറേ സാമ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നത്. എനിവേ, ഇന്ത്യയിലോട്ട് എപ്പോൾ വരും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഏകദേശം $200 പുറം രാജ്യങ്ങളിൽ ഇത് വിൽക്കുന്നത്. ആപ്പിൾ വിഷൻ പ്രോൻ്റെ ഗ്ലോബൽ പ്രൈസിംഗ് ലിസ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഒരു വിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് അമേരിക്കയിൽ മാത്രമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷം തന്നെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലോട്ട് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ലിസ്റ്റിൽ ഇന്ത്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ 2024 വിഷൻ പ്രോ ഇന്ത്യയിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. റെനോ 12 സീരീസിന്റെ ഗ്ലോബൽ ലോഞ്ച് ഈ മാസം 18 സ്പെയിനിൽ വെച്ച് നടക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു റെനോ 12 സീരീസ് കഴിഞ്ഞ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ എന്നാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരിക്കലും മെൻഷൻ ചെയ്ത് കണ്ടില്ല. ഗ്ലോബൽ വേരിയൻറ്റിന് ചൈനീസ് വേരിയൻറ്റിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ പ്രൊസസ്സർ കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും 18 സ്പെയിനിൽ ലോഞ്ചിങ് നടക്കുന്നുണ്ട്. ഇന്ത്യയിലോട്ട് എന്ന് വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഗൂഗിൾ വാച്ച് 3യുടെ ലീക്ക്ഡ് റെൻഡേഴ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഇറങ്ങിയ വാച്ച് 2ഉം വാച്ച് 1ഉം അതിനായിട്ടൊന്നും ഡിസൈനിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും ഇവിടെ കാണാനായിട്ടില്ല. പിന്നെ ഒരു റെൻഡറാണ്, ലീക്ക്ഡ് റെൻഡറാണ്. സോ ആ ഒരു നിലയ്ക്ക് മാത്രം എടുത്താൽ മതി. ഹോണർ 200 സീരീസിൽ 2 ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോണർ 200 ആൻഡ് 200 പ്രോ എന്ന് പറയുന്ന 2 മോഡലുകളാണ്. യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലും അതുപോലെ UK യിലും ഈ മാസം 21
21-ാം തീയതി മുതൽ ഈ ഒരു ഫോണുകൾ വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എന്ന് വരും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എനിക്കിതിൻ്റെ പ്രൈസിങ് ഭയങ്കരമായിട്ട് ഓവർ പ്രൈസ്ഡായിട്ട് തോന്നി. കാരണം ഈ ഒരു പ്രോ എന്ന് പറയുന്ന മോഡൽ 200 പ്രോയിൽ അതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ പ്രൈസിലോട്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 65,000 രൂപ വില വരുന്നുണ്ട്. ഇപ്പം നിലവിൽ 8s Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ട് നമുക്കിവിടെ 30,000 രൂപ മുതൽ പോക്കോ F6 കിട്ടുന്നുണ്ട്. 40,000 രൂപയ്ക്ക് ഷവോമി CV14 കിട്ടുന്നുണ്ട്. സോ 65,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. അതേപോലെ സ്നാപ്ഡ്രാഗൺ 7 Gen 3യുടെ ചിപ്സെറ്റ് വെച്ചിട്ടാണ് നോർമൽ 200 ഹോണർ 200 വരുന്നത്. അതിൻ്റെ പ്രൈസും കൺവേർട്ട് ചെയ്യുമ്പോൾ 45,000 രൂപയാണ് വരുന്നത്. സോ കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഈ ഒരു ഫോണുകളുടെ പ്രൈസ് ഇന്ത്യയിലോട്ട് വരിക എന്നുള്ളത്. ഇൻഫിനിക്സ് നോട്ട് സീരീസിൽ നോട്ട് 40 എന്ന് പറയുന്ന ഫോൺ ഈ മാസം 21-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ നോട്ട് 40 പ്രോ ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നോർമൽ നോട്ട് 40ൽ കർവ് ഡിസ്പ്ലേ അല്ല വരുന്നത്, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 18,000 രൂപയ്ക്ക് താഴെയാണ് പ്രൈസ് വരാമെന്ന് പറയുന്നത്. എന്തായാലും ഈ മാസം 21-ാം തീയതി ഇൻഫിനിക്സ് നോട്ട് 40 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് മോട്ടോ റേസർ 50 അതേപോലെ S50 നിയോ എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ഈ മാസം 25-ാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റേസർ 50 എന്ന് പറയുന്ന മോഡൽ നിങ്ങൾക്കറിയാം, അത് ഓൾറെഡി ഒരു ഫ്ലിപ്പ് ഫോണാണ്. ഓക്കെ, ഫോൾഡബിൾ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഫോണാണ്. ഈ S സീരീസിൽ വരുന്ന S50 നിയോ എന്ന് പറയുന്ന ആ ഒരു ഫോണിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. S സീരീസിൽ മോട്ടോറോള ഇതിന് മുന്നേ ഫോൺ ഇറക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിവേ 2 ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. OnePlusന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയ ഫോൺ വരുന്നുണ്ട് എന്നുള്ള ഒരു ടീസർ ആമസോണിൽ വന്നിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നത് OnePlus നോഡ് CE4 ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇപ്പം നിലവിൽ 20,000 രൂപയ്ക്ക് OnePlusന്റെ നോഡ് 3 അവൈലബിൾ ആണ് ആമസോണിൽ. കഴിഞ്ഞ വർഷം 33,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോണാണ്. സോ ഇപ്പോൾ 20,000 രൂപയ്ക്ക് വാങ്ങാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് OnePlus ഫോൺ തന്നെയായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എനിവേ ഈ ഒരു നോഡ് CE4 ലൈറ്റിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പോ K12X എന്ന് പറയുന്ന ചൈനയിൽ ഇറങ്ങിയിട്ടുള്ള ഫോണിൻ്റെ റീബ്രാൻഡഡ് വേർഷൻ ആയിരിക്കും ഈ ഒരു ലൈറ്റ് വേർഷൻ എന്ന് പറയുന്നുണ്ട്. എനിവേ അധികം വൈകാതെ ഇന്ത്യയിലോട്ട് ഈ ഒരു ഫോൺ ആമസോൺ വഴി വരുന്നുണ്ട്. റിയൽമി GT6 ഈ മാസം 20-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കിഡിലൻ സ്പെക്കിലാണ് കേട്ടോ ഒരു ഫോൺ വരുന്നത്. ക്യാമറ സൈഡിൽ നോക്കുകയാണെങ്കിൽ സോണിയുടെ LYT808 എന്ന് പറയുന്ന പുതിയൊരു സെൻസറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5500 mAhന്റെ ബാറ്ററിക്ക് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 120 FPS ഗെയിമിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 തന്നെയാണ് ഇതിനെയും പവറപ്പ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു 40,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു ടാബ്ലറ്റ് വരുന്നുണ്ട് എന്നുള്ള വാർത്ത കാര്യമായിട്ട് കേൾക്കുന്നുണ്ട്. X-Pad എന്ന് പേരിടാൻ സാധ്യതയുള്ള ആ ഒരു ഡിവൈസിൻ്റെ സർട്ടിഫിക്കേഷൻ പല സൈറ്റിലുകളും കണ്ടു എന്നുള്ള വാർത്ത കണ്ടു. എനിവേ ഇൻഫിനിക്സിന്റെ ആദ്യ ടാബ്ലറ്റ് X-Pad നമുക്ക് അധികം വൈകാതെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, ക്വാൾകോമിന്റെ സൈഡിൽ നിന്ന് മിഡ് റേഞ്ച് ഫോണുകൾക്ക് വേണ്ടിയിട്ട് 6s Gen 3 എന്ന് പറയുന്ന പുതിയൊരു ചിപ്സെറ്റ് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ 6s Gen 3 എന്ന് കേൾക്കുമ്പോൾ അത് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള നല്ല ചിപ്സെറ്റ് ആണോ എന്നുള്ളൊരു ചിന്ത വരും. അത് തന്നെയാണ് ക്വാൾകോമിനും വേണ്ടത്. അവരത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് 2021 പുറത്തിറങ്ങിയിട്ടുള്ള 695ന്റെ ഒരു ഇച്ചിരി എൻഹാൻസ്ഡ് വെർഷനാണ്, അല്ലെങ്കിൽ ഒരു റീബ്രാൻഡഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ആ ഒരു പാറ്റേൺ കാണുമ്പോൾ, പേര് കേൾക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്റർ ആണല്ലോ എന്നുള്ള തോന്നൽ വരുമല്ലോ, അത്ര തന്നെ ആവശ്യമുള്ളൂ. എനിവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ ഉണ്ടല്ലോ 6, 7, 8, ആ ഒരു നമ്പർ കഴിഞ്ഞിട്ട് S ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പെർഫോമൻസ് കുറഞ്ഞിട്ടുള്ള, ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള, ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള, ഏറ്റവും പെർഫോമൻസ് കുറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. എന്നാൽ നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 6+ Gen 3 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇപ്പോൾ 8+ Gen 3 ആണെന്നുണ്ടെങ്കിലും 7+ Gen 3 ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ്. 7s Gen 3 എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള 7 സീരീസിൽ ഏറ്റവും താഴെ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.